നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാ ബന്ധങ്ങളെയും നമ്മൾ വിട്ടുപോകേണ്ടി വരും. ബാക്കി ആരെയും മിസ് ചെയ്താലും രാജുവേട്ടനെ മിസ് ചെയ്യുമ്പോ വലിയ പ്രയാസമായിരിക്കും. രാജുവിനെ ഓർക്കാതിരിക്കാൻ കഴിയോ? രുക്മിണിയമ്മയ്ക്ക് ഒരു മകൻ മാത്രമല്ല, മകളും കൂടെ ഉണ്ടല്ലോ. ഇങ്ങനൊരു സാഹചര്യം അവൾക്കാണ് വന്നതെങ്കില് ഞങ്ങൾ ഈ അനുഭവിക്കുന്ന മനോവിഷമം രുക്മിണിയമ്മയ്ക്ക് മനസ്സിലാവുമായിരുന്നു. മകനെയും മകളെയും ഞാൻ ഒരുപോലെയാ കണ്ടിട്ടുള്ളത്. അതിലൊരു ഏറ്റക്കുറിച്ചിലും ഇല്ല. മകന് ഇത്ര സ്ത്രീധനം വേണോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകളുടെ കാര്യം വരുമ്പോ അത്രയോ അതിൽ കൂടുതലോ ഞാൻ കൊടുക്കും. എന്നുവെച്ചാ ആൺകുട്ടിയും പെൺകുട്ടിയും ഞാൻ കാണുന്നത് ഒരേ തരത്തിലാണെന്ന് നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ചോ? രുക്മിണിയമ്മയുടെ വീട്ടിലെ സൗകര്യങ്ങൾ കണ്ടിട്ടല്ല ഞങ്ങൾ ഇത്ര താണപേക്ഷിക്കുന്നത്. നിങ്ങളുടെ മോനും ഞങ്ങളുടെ മോളും തമ്മിൽ ഇഷ്ടമായതുകൊണ്ടാ. ആ ഇഷ്ടത്തെ മാനിച്ചെങ്കിലും നിങ്ങൾ അല്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. ഇഷ്ടം എന്റെ മകന്റെ ഒരിഷ്ടവും എന്റെ ഇഷ്ടത്തിന് മുകളിലല്ല. ഏതിഷ്ടം നടക്കണം ഏതിഷ്ടം മുടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ തീരുമാനം ഈ വീട്ടിൽ നടപ്പാവൂ. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കുട്ടിയുടെ കാര്യമാണ്. മനസ്സറിഞ്ഞ ഒരാളെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ അവള് ദുഃഖിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കണം. അവള് ദുഃഖിക്കാതിരിക്കാൻ നിങ്ങൾ ഒന്ന് ചെയ്താൽ മതി. ഞാൻ ആവശ്യപ്പെട്ട പണം നിങ്ങൾ ഉണ്ടാക്കണം. അതുണ്ടായാൽ പിന്നെ ഈ പറഞ്ഞ ദുഃഖത്തിന് ഇടയുണ്ടാവില്ലല്ലോ. കഴിയുന്നത്ര പണം ഞങ്ങൾ ഉണ്ടാക്കാം. നിങ്ങൾക്ക് എത്ര പണം ഉണ്ടാക്കാൻ കഴിയുന്നൊന്നും എനിക്കറിയില്ല. അതറിയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്ക് വേണ്ടത് 50 ലക്ഷം രൂപയാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ കയ്യിലും കഴുത്തിലും എന്താണോ ഇടാൻ ആഗ്രഹിക്കുന്നത് അതിടാം. ഇതിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കണ്ട. നടക്കില്ല. ഈ വിവാഹം നടന്നേക്കും. എന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അതോടെ അവസാനിക്കും. അയ്യോ, പിന്നെ ഞാൻ എന്ത് ചെയ്യും? അച്ഛന്റെ സ്നേഹം ലഭിക്കാൻ എനിക്ക് വിധിയില്ല. ദൈവമേ, ഇപ്പൊ എനിക്ക് അച്ഛനെ കാണാനെങ്കിലും പറ്റുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ അതുപോലും ഉണ്ടാവില്ല. ഏതൊരു ദുർദിനത്തിലാണോ എന്നെ പ്രസവിച്ചത്. വളർത്തുനായ്ക്ക് ലഭിക്കുന്ന വാത്സല്യം പോലും ലഭിക്കാതെ വളരേണ്ടി വന്ന ഈ മകൾക്ക് അച്ഛൻ ആരുമല്ലാതായി തീരാൻ പോകുന്നു. ഞാൻ എന്ത് തെറ്റാച്ച ചെയ്തത്? എന്താ ചെറിയമ്മേ? നീ കരഞ്ഞു അല്ലേ? ഇല്ല. പക്ഷെ നിന്റെ മുഖമല്ലാതെ വാടിയിട്ടുണ്ടല്ലോ. ഞാൻ വിവാഹത്തെ കുറിച്ച് ആലോചിച്ചിരിക്കുമായിരുന്നു. അച്ഛനെ വിട്ട് നിങ്ങളെയൊക്കെ വിട്ട് വേറെ ഒരിടത്തേക്ക്, വേറെ കുറെ ആൾക്കാരുടെ നടുവിലേക്ക് എനിക്ക് ഒരടുപ്പില്ലാത്ത ഒരാളിന്റെ കൈയും പിടിച്ച് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോളെ. ഇതാണ് ജീവിതം. പെണ്ണിന്റെ വിധി എപ്പോഴും അതാ. ഇങ്ങനെയൊക്കെ പറിച്ചു നടുമ്പോ ആദ്യം ഒരു നൊമ്പരമൊക്കെ തോന്നും, പിന്നെ അത് സന്തോഷാവും. നമുക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട കുടുംബ ശ്രീകലേച്ചിയുടേത്. അതുപോലെ തന്നെയാ ആ അശ്വിൻ. അവൻ വളരെ നല്ല പയ്യനല്ലേ?
അവിടെ മോൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. ആ, വന്ന കാര്യം മറന്നു. ഭക്ഷണം കഴിക്കാൻ വാ. പ്രതാപേട്ടനും വന്നിട്ടുണ്ടാവും. നീയും വാ. മോളെ വാ, ഭക്ഷണം കഴിക്കാം. അങ്ങനെ എന്തെങ്കിലും അച്ഛൻ എന്നെ വിളിക്കോ ചെറിയമ്മേ? വിളിക്കും മോളെ. ഇപ്പൊ തന്നെ അച്ഛന്റെ പെരുമാറ്റത്തിൽ നല്ല മാറ്റല്ലേ? അച്ഛന്റെ സ്നേഹപൂർവമായ വിളി കേട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വരിക, അച്ഛൻ എന്തെങ്കിലും വിളമ്പി തരിക, ഡൈനിങ് ടേബിളിൽ വെച്ച് സ്നേഹപൂർവം എന്തെങ്കിലുമൊക്കെ പറയാ. കല്യാണത്തിനും വലുതായി ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ ഇതൊക്കെയാണ് ചെറിയമ്മേ. അങ്ങനെ ഒരു ദിവസം, ഒരു നിമിഷം എന്റെ ജീവിതത്തിൽ ഉണ്ടാവോ? ഉണ്ടാവും മോളെ, ഉണ്ടാവും. നിന്റെ അച്ഛൻ വലിയ മനുഷ്യനാ. ഒരുപാട് നന്മകളുള്ള ഒരു വലിയ മനുഷ്യൻ. ഇതൊക്കെ മാറും. നീ വാ. അമ്മേ. ആ, അപ്പോ ചേച്ചി വിളിച്ചോണ്ട് വേഗം വരണേ. ശരി അമ്മേ. ചേച്ചിക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തത്? ചേച്ചിക്ക് എപ്പോഴാപ്പോ സന്തോഷം ഉണ്ടായിട്ടുള്ളത്? ശരി, മുമ്പ് സന്തോഷം ഉണ്ടായിട്ടില്ലെങ്കിലും ഇപ്പൊ സന്തോഷിക്കാനുള്ള സമയമല്ലേ? ചേച്ചിയുടെ കല്യാണമല്ലേ? കല്യാണത്തെ കുറിച്ച് അപ്പോൻ എന്താ അറിയാവുന്നുള്ളത്? അപ്പോ അതുവരെയുള്ള എല്ലാ ബന്ധങ്ങളെയും നമ്മൾ വിട്ടു പോകേണ്ടി വരും. എല്ലാവരെയും മിസ് ചെയ്യേണ്ടി വരും. എല്ലാരെയും മിസ് ചെയ്യും, ശരിയാണ്. പക്ഷെ അംബിക അമ്മായിയെ പോലുള്ള ശല്യങ്ങളൊക്കെ ഒഴിവായി കിട്ടില്ലേ? ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതാ ചേച്ചി ഒരു കണക്കിന് നല്ലത്. അംബിക അമ്മായിയും ദീപക്കും മാത്രമാണ് ഇവിടെ പ്രശ്നങ്ങൾ. ബാക്കി എല്ലാവരും ഏറ്റവും പ്രിയപ്പെട്ടവരല്ലേ അപ്പോ? ശരിയാണ്. ബാക്കി ആരെയും മിസ് ചെയ്താലും രാജുവേട്ടനെ മിസ് ചെയ്യുമ്പോ വലിയ പ്രയാസമായിരിക്കും. അപ്പോ ചേച്ചിയെ വിളിച്ചോണ്ട് വേഗം വാ. ആദ്യം വരുന്നമ്മേ. ചേച്ചി നീ പൊയ്ക്കോ അപ്പോ, ഞാൻ പുറകെ വന്നോളാം. രതിക മാഡം. രാജു, രാജു, ഇവിടെ നീ? തോന്നിയതാവും. രതിക മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.